നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് കായി അബ്ദുർ റഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. 6 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ബഷീർ. മലയാള സാഹിത്യത്തിൽ തനിമയുള്ള ഭാഷയും ശൈലിയും മൂലം ബഷീർ കൃതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിയാത്ത ശൈലിക്കുടമയായിരുന്നു ബഷീർ. മലയാളത്തിൽ ഏറെ വായിക്കപ്പെട്ട കൃതികളും ഇദ്ദേഹത്തിന്റേതാണ്. തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ബഷീറിന്റെ കൃതികൾ ജനിക്കുന്നത്. അനുഭവങ്ങളെ കലാത്മകമായി പുനഃസൃഷ്ടിക്കുവാനുള്ള കഴിവ് ബഷീറിന് ഒന്ന് വേറെ തന്നെയാണ്. മനുഷ്യ ജീവിതത്തിലെ അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ഒരു മനഃശാസ്ത്രജ്ഞന്റെ പാടവത്തോടെ പഠിക്കാനുള്ള കഴിവ് ബഷീറിന്റെ കൃതികളിൽ കാണാം. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായും അതേസമയം പരിഹാസം, കുത്തുവാക്ക്, വിപരീതാർത്ഥ പ്രയോഗം, ഫലിതം എന്നിവയുടെ അകമ്പടിയോടും കൂടി ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം. വേദനയെയും വിഷാദത്തെയും പുഞ്ചിരിയിൽ ആവരണം ചെയ്തുകൊണ്ടുള്ള രചനാ രീതിയാണ് ബഷീറിനുള്ളത്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തു തന്നെ ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ശബ്ദങ്ങൾ, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, എന്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ബഷീർ വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ രചനകൾ അതേ പുതുമയോടെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറകളിലും ബേപ്പൂർ സുൽത്താൻ നിറഞ്ഞു നിൽക്കട്ടെ. നന്ദി, നമസ്കാരം.